30-ലേറെ വർഷമായി തന്ത്രിയെ അറിയാം. അദ്ദേഹം ഇത്തരക്കാരനല്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് ശ്രീലേഖ പറഞ്ഞിരിക്കുകയാണ്. അവർ നേരത്തെ അവർക്ക് ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരൊന്ന് ചിന്തിച്ചിട്ട് വേണം. കാരണം ഇപ്പോൾ ഒരു പാർട്ടിയുടെ ഐഡന്റിറ്റിയിലാണ്, മാത്രമല്ല ബി.ജെ.പിയുടെ കൗൺസിലർ കൂടിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വെട്ടിത്തുറന്ന് പറയുമ്പോൾ അത് പാർട്ടിയോട് കൂടെ ആലോചിച്ചിട്ടല്ലേ യഥാർത്ഥത്തിൽ പറയേണ്ടത്. ഇപ്പൊ ഇങ്ങനെയൊക്കെ അഭിപ്രായ പ്രകടനം നടത്തുന്നത് അവരെയും അവരുടെ പാർട്ടിയെയും യഥാർത്ഥത്തിൽ നേരിട്ട് തന്നെ അഫക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ബോധ്യം ഇല്ല എന്ന് തോന്നുന്നു. വന്ന് തുടക്കം മുതൽ തന്നെ ഒരു കല്ലുകടിയുമായി വന്നു, അതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോവാൻ പരിശ്രമിക്കുന്നത് പോലെ ഉണ്ട് ഇത് കേൾക്കുമ്പോൾ. തീർച്ചയായും ചേച്ചി, നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി അധികാരത്തിൽ വരും. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും പറഞ്ഞതാണ്, എന്താണ് ഗ്രാഫ്, ബി.ജെ.പിയുടെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ട് വി രാജേഷും ശ്രീലേഖയും പോകുമ്പോഴാണ് ശ്രീലേഖ ഒരു ഓൺലൈൻ മാധ്യമത്തിന് തന്റെ അതൃപ്തി അറിയിച്ചുകൊണ്ട്, പക്ഷെ അത് അതൃപ്തി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. ആ സമയം മുതൽ, അല്ലെങ്കിൽ തന്നെ മേയർ ആക്കാമെന്ന് പറഞ്ഞു പറ്റിച്ചു എന്ന ഒരു പ്രസ്താവനയാണ് അതിൽ നിന്ന്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മനസ്സിലായത് അതാണ്. അതിനുശേഷവും ശ്രീലേഖ കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പിൽ ശ്രീലേഖയുടെ വോട്ട് അസാധുവായി. ഒരു കൗൺസിലറുടെ വോട്ട്, ബി.ജെ.പിയുടെ ഒരു കൗൺസിലറുടെ വോട്ട് അസാധുവായി. അപ്പൊ അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അതിനുശേഷമാണ് ഇന്നലെ, അതെന്തായാലും അറിയാതെ പറ്റിയതായിരിക്കില്ലല്ലോ, ആയിരിക്കില്ല, ഇല്ല, ഇനി അറിയാതെ പറ്റിയതാണ് എന്നായിരിക്കും ന്യായീകരിക്കുന്നത്. പക്ഷെ അത് അത്ര വിശ്വസനീയമല്ല. അത് കഴിഞ്ഞ് ഇന്നലെ ശബരിമല തന്ത്രിയായിട്ടുള്ള രാജീവ് കണ്ഠരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ്, 30 വർഷത്തിലേറെ ആയി അറിയാം, അയ്യപ്പന് ദോഷം വരുന്നതൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ പ്രതിക്കൂട്ടിലാക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ബി.ജെ.പിയാണ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാധാരണഗതിയിൽ ശബരിമലയിലെ നവോത്ഥാനം എന്ന് പറഞ്ഞ സ്ത്രീകളെ കയറ്റിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിച്ച പാർട്ടി എന്ന് പറയുന്നത് ബി.ജെ.പി ആയിരുന്നു. ഏറ്റവും കൂടുതൽ അത് കത്തിച്ചതും അതിനെ വോട്ടാക്കി മാറ്റിയതും അതിലൂടെ ഹിന്ദുക്കളെ ഒപ്പം പിടിച്ചത്, അല്ലെ ഭൂരിപക്ഷത്തിനെ ഒപ്പം പിടിച്ചതും എല്ലാം ബി.ജെ.പി ആയിരുന്നു. പക്ഷെ അതേ ബി.ജെ.പി ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിഷയം വരുമ്പോൾ ഞാൻ വിചാരിച്ചത് ബി.ജെ.പി ഇത് വലിയൊരു ആയുധമായി ഉപയോഗിക്കും എന്ന് ചിന്തിച്ചെടുത്ത് ബി.ജെ.പി ചവിട്ടിപ്പിടിച്ചാണ് പ്രതിഷേധങ്ങൾ പോലും സംഘടിപ്പിക്കുന്നത്. അതിലൊരു ദുരൂഹതയുണ്ട്. ബി.ജെ.പിയും സി.പി.എമ്മും തമ്മിലുള്ള അന്തർധാരയാണോ ബി.ജെ.പി ഇത്തരത്തിൽ ചവിട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ, മുന്നോട്ട് പോകാനുള്ള കാരണം എന്നൊരു ചോദ്യം കേരള പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുമ്പോഴാണ് ശ്രീലേഖയുടെ ഇങ്ങനെ ഒരു അഭിപ്രായം വന്നത്. അപ്പൊ ബി.ജെ.പിയും സി.പി.എമ്മും തമ്മിലുള്ള അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണോ ശ്രീലേഖ ഈ പറയുന്നത്, തന്റെ സ്വന്തം അഭിപ്രായമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാര്യം സ്വാഭാവികമായും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുമ്പോൾ വിശ്വാസികളെ അത് ബാധിച്ചു, അങ്ങനെ എന്തൊക്കെ പറയാമോ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി ബി.ജെ.പി. നാമജപ ഘോഷയാത്ര സ്ത്രീകളെല്ലാവരും ആ പ്രതിഷേധവുമായി ഉണ്ടായിരുന്നു. അതിന് ബി.ജെ.പി തന്നെയായിരുന്നു നേതൃത്വം കൊടുത്തത്. പക്ഷേ സൗവർണിക പറഞ്ഞതുപോലെ ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതിഷേധമോ പ്രതികരണങ്ങളോ പോലും നടത്തിയിട്ടില്ല. ആ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ അറസ്റ്റിലായ തന്ത്രിയെ കുറിച്ച് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് നേരിട്ട് അറിയാവുന്നതായിരിക്കും, പക്ഷെ എന്ന് വെച്ച് ഈ ഒരു കൊള്ളയിൽ അദ്ദേഹം ഭാഗമല്ല എന്ന് അവർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഒന്നുകിൽ ഞാൻ പറഞ്ഞതുപോലെ അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ ഇവർക്കറിയാം യഥാർത്ഥ പ്രതികൾ ആരാണ് എന്നുള്ളത്. അതുകൊണ്ടായിരിക്കണം തന്ത്രിയോടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം കൂടി വെച്ചിട്ട് തന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ ഒരു കൗൺസിലർ ആയിരിക്കുമ്പോൾ പണ്ട് ശ്രീലേഖ പറയുന്ന കാര്യങ്ങൾ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടില്ല, കാരണം അവരൊരു പാർട്ടിയുടെയും ഭാഗമായിരുന്നില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, കൗൺസിലറാണ്. പിന്നെ ശ്രീലേഖ തന്നെ പറയുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ മേയർ ആക്കാം എന്ന് പറഞ്ഞിരുന്ന കാര്യം പൊതുസമൂഹത്തിന് മുന്നിൽ ലൈവായി നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ ഇതെന്റെ പാർട്ടിയെ വെട്ടിലാക്കും. മേയർ ആക്കിയില്ല എന്ന് അതൃപ്തി പറയുന്നു. അല്ല, അതൃപ്തിയല്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കിയ അതൃപ്തി എന്ന് പറയാം. പുള്ളിക്കാരി തന്നെ രണ്ടാമതൊരു കഥ സലട്ടുമ എന്ന് പറഞ്ഞല്ലോ, മാധ്യമങ്ങളാണെന്ന് പറഞ്ഞത്. രണ്ടാമത് വോട്ട് അസാധുവായ വിഷയം വരുന്നു. മൂന്നാമത് ഇങ്ങനെ ഒരു വീണ്ടും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ബി.ജെ.പിക്ക് എതിരെ അടിക്കാനുള്ള ഒരു സാധനം ഇട്ടുകൊടുക്കുന്നത് ആരാണ്? ശ്രീലേഖയാണ്. ഈ പറയുന്ന പോലെ ചേച്ചി ആദ്യം പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിൽ അത്ര പരിചയമില്ലാത്തതാണ്. പക്ഷേ അത് അത്ര വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. ഇക്കാര്യം സാധാരണ ഒരാളല്ല, മുൻ DGP ആയിരുന്നു. അത്രത്തോളമുള്ള ആൾക്ക് രാഷ്ട്രീയത്തിനപ്പുറം ഒരു പൊതുബോധം, അല്ലെങ്കിൽ താൻ പറയുന്ന കാര്യങ്ങൾ പാർട്ടിയെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കാനുള്ള പക്വതയും പ്രാപ്തിയും അറിവൊക്കെ ഉള്ള സ്ത്രീയാണല്ലോ ഇവര്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ പറയാമോ, പെട്ടെന്ന് ഇങ്ങനെ വരുന്നത് അങ്ങ് പറഞ്ഞു പോകുന്നതായിരിക്കാം എന്ന് കരുതും. വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാല, ഞാൻ എൻ്റെ വീട് അവിടെയായിരുന്നു. അപ്പോൾ ഈ ചെറുതിലേ മുതലേ ഈ ആറ്റുകാൽ പൊങ്കാല എന്ന തിരുവനന്തപുരം നഗരത്തിന്റെ തന്നെ ഉത്സവമാണ്. എല്ലാ വീടുകളും
പൊങ്കാലയിടാൻ വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നവരാണ് ആ ഏരിയയിലുള്ള എല്ലാ വീടുകളും. അപ്പൊ അവിടെയുള്ള പുരുഷന്മാർ ഉൾപ്പെടെ എല്ലാത്തിനും സഹായമായി നിൽക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ കുറേ വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ ഇങ്ങനെ പറഞ്ഞു, പുരുഷന്മാർക്ക് എന്താണ് ആറ്റുകാൽ പൊങ്കാലയുടെ അവിടെ കാര്യം എന്നൊരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ത്രീകളുടെ ശബരിമല എന്ന് പറഞ്ഞ സ്ത്രീകൾ മാത്രമാണോ അവിടെ എല്ലാം ചെയ്യുന്നത്? അവിടെ രാവിലെ ഭക്ഷണം, ഉച്ചയ്ക്ക് ഭക്ഷണം, പല തരത്തിലുള്ള സേവനങ്ങളുമായി ആ പ്രദേശത്തുള്ള സകല പുരുഷന്മാരും അവിടെ സന്നദ്ധ സേവകരായിട്ടുള്ള ഇടത്താണ് ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞത്. അപ്പൊ ഇവരെന്താണ് ഇങ്ങനെ വിട്ടിത്തം പറയുന്നതെന്ന് അന്ന് ചിന്തിച്ചിരുന്നു. ഇതുപോലെ എന്ത് പറയുന്നത് ചിലപ്പോൾ അവർ പറഞ്ഞതിന് ശേഷമായിരിക്കും ആലോചിക്കുന്നത്. അത് ശരിയാണ്. എന്താണ് പെട്ടെന്ന് വായി തോന്നുന്ന അല്ലെങ്കിൽ വായി വരുന്ന കാര്യങ്ങൾ, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുന്ന ശുദ്ധ സ്വഭാവക്കാരി ആയിരിക്കണം ശ്രീലേഖ എന്ന് പറയാം. പക്ഷെ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്നുള്ളൊരു കാര്യം കൂടി ഓർക്കണം. ശരിയായിരിക്കാം, ഇവർക്ക് 30-ലേറെ വർഷമായിട്ട് ഈ തന്ത്രിയെ പരിചയമുണ്ടായിരിക്കാം. പക്ഷെ അതിലപ്പുറം ഇത്തരം ഒരു കൊള്ളയിൽ, സ്വർണ്ണക്കൊള്ള അത് ചെറിയ കൊള്ളയല്ല, ഈ ഒരു കൊള്ളയിൽ അദ്ദേഹം ഭാഗമാണ് എങ്കിൽ അതിനെ ന്യായീകരിക്കും പോലെയല്ലേ ഈ ഒരു കാര്യം. പക്ഷെ അല്ലെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന തലത്തിലേക്ക്, അതായത് അദ്ദേഹം ഇരയാക്കപ്പെട്ടതാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ. കാരണം ചിലപ്പം അങ്ങനെ ആയിരിക്കാം, വേറെ കള്ളന്മാർ വേറെ ഉണ്ട്, ഇദ്ദേഹത്തെ ഈ ട്രാപ്പിലാക്കുന്നതാണ് എന്ന രീതിയിലായിരിക്കാം പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചേച്ചി, ശുദ്ധ സ്വഭാവക്കാരി ആയിരിക്കാം, അതുകൊണ്ടാണ് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ശ്രീലേഖയ്ക്ക് അറിയാം യഥാർത്ഥത്തിൽ ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്ന്. ഈ പറയുന്ന അവർക്കൊരു പോലീസ് ബുദ്ധി ഉണ്ടല്ലോ. പോലീസ് ബുദ്ധിയിൽ ഇനി വേറൊരാൾക്കാണ് പങ്ക് എന്നാണെങ്കിൽ എന്താണ് ഈ പറയുന്ന പോലെ തന്ത്രിയെ പ്രതിയാക്കി അവർ രക്ഷപ്പെടുമെന്ന് തോന്നിയപ്പോ ശുദ്ധ മനസ്സുമായി പറഞ്ഞത് ആയിക്കൂടാന്നില്ലല്ലോ. അല്ല ചേട്ടാ, ഞാനൊരു കേസിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇതായി എന്നറിഞ്ഞാൽ സൗവർണിക പെട്ടെന്ന് വിളിച്ചു പറയും, അയ്യോ പ്രീത ചേച്ചി എനിക്ക് അറിയാമെന്ന് തനിയെ വിളിച്ചു പറയോ? ഇല്ല. ഇതിന്റെ പിന്നിലൊക്കെ രാഷ്ട്രീയ പ്രേരിതമായ കാരണങ്ങളുണ്ട്. ഒരിക്കലും ശ്രീലേഖ പറയുന്നത് ശ്രീലേഖയുടെ അഭിപ്രായമായിരിക്കും, ഇനിയിപ്പോ ഒരു മാധ്യമങ്ങളോട് പറയാൻ പോകുന്നത്. പക്ഷെ അത് BJP എന്ന പാർട്ടി എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതുപോലെ നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന, അല്ലെങ്കിൽ കേരളം അത്രത്തോളം ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് BJP സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ മന്ദഗതിയിൽ നിൽക്കുന്നു, എന്തുകൊണ്ട് അവർ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുന്നില്ല. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി എന്ന് വെച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി പറഞ്ഞാൽ ഈ അവസരം ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്നത് BJPക്കാണ്. കേരളത്തിൽ നിവർന്നു നിൽക്കാൻ BJPയെ സഹായിച്ചത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയം തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ പിന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ ഒരു വലിയ വിഷയം, ഇത്രയും വലിയൊരു വിഷയത്തിൽ അവരുടെ മൗനം വളരെ സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണ്. ഈ കേരളത്തിൽ സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ CJP ആണ്, PM ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞത് CJP എന്ന് പറയുന്ന ഒരു കൂട്ടുകെട്ടുണ്ടോ ഇല്ല എന്നുള്ളത് പിന്നെ. പക്ഷെ ഈ ശബരിമല വിഷയത്തിൽ BJP എന്തുകൊണ്ട് സമരവും, അല്ലെങ്കിൽ BJP എന്തുകൊണ്ട് ശക്തമായി പ്രതിരോധിക്കുന്നില്ല? CBIക്ക് കേസ് വിടണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും BJP അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും BJP സാധാരണഗതിയിൽ പ്രതികരിക്കുന്ന തലത്തിലേക്ക് BJPയുടെ സമരവീര്യം ഇതല്ല എന്നാണ് കേരളം ചിന്തിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും BJP മന്ദഗതിയിൽ ഈ വിഷയത്തെ കാണുന്നത്? ശ്രീലേഖ കൗൺസിലർ എന്താണ് BJPയുടെ മുഖമെന്ന് അവർ തന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ മുഖമായി കാണിക്കുമെന്ന് പറഞ്ഞ ശ്രീലേഖ ഈ പറയുന്നത് ആർക്കു വേണ്ടിയാണ്? ഇതിൻ്റെ അകത്തൊക്കെ ഒരു നിഗൂഢതയുണ്ട്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ശ്രീലേഖ പറയുന്ന ഓരോ കാര്യവും തിരുവനന്തപുരം കോർപ്പറേഷനിൽ VV രാജേഷ് ഗ്രാഫ് ഉയർത്തുമ്പോൾ ശ്രീലേഖ അത് ഓരോ ദിവസവും താഴ്ത്തിക്കൊണ്ടിരിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല.